കൽക്കരിയുടെ മറവിൽ അദാനി ഗ്രൂപ്പ് തട്ടിയത് 600 കോടി രൂപ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട പ്രചരണം അവസാനിക്കാനിരിക്കെ പ്രധാനമന്ത്രിയുടെ ഇഷ്ടക്കാരനെന്നറിയപ്പെടുന്ന അദാനിക്കെതിരായ പ്രതിപക്ഷ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് BJPയെയും മോദിയെയും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. അദാനി ഗ്രൂപ്പ് പൊതുമേഖലാ വൈദ്യുത കമ്പനികൾക്ക് ഗുണനിലവാരം കുറഞ്ഞ കൽക്കരി നൽകി ലാഭമുണ്ടാക്കുന്നുവെന്ന ആരോപണം പ്രതിപക്ഷം നേരത്തെ ഉയർത്തിയതാണ്. ഇത് ശരിവെക്കുന്ന റിപ്പോർട്ട് മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ OCCRPയിലൂടെയാണ് പുറത്തു വന്നത്. ഗുണനിലവാരം കുറഞ്ഞ കൽക്കരി ഇറക്കുമതി ചെയ്ത് ഉയർന്ന ഇന്ധനക്ഷമതയുള്ളതാണെന്ന് കാണിച്ച് മറിച്ച് വിറ്റ് അദാനി കമ്പനി 600 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. 2014 നടന്ന ഇടപാട് സംഘടിത കുറ്റകൃത്യങ്ങളും അഴിമതിയും റിപ്പോർട്ട് ചെയ്യാനുള്ള പദ്ധതിയുടെ ഭാഗമായി ലണ്ടനിലെ ഫിനാൻഷ്യൽ ടൈംസ് പത്രമാണ് പുറത്തു കൊണ്ടുവന്നത്. കിലോഗ്രാമിൽ നിന്ന് 3500 കലോറി ലഭിക്കുന്ന ഇന്തോനേഷ്യൻ കൽക്കരി 6000 കലോറി മൂല്യമുള്ളതാണെന്ന് കാട്ടിയായിരുന്നു കച്ചവടം. 22 തവണയായി ഇത്തരത്തിൽ 15 ലക്ഷം ടൺ കൽക്കരി ഇറക്കുമതി ചെയ്ത് നൽകിയെന്നും അധിക ലാഭമായി കിട്ടിയ 600 കോടി രൂപ അദാനി കമ്പനിയും ഇടനിലക്കാരും ചേർന്ന് പങ്കിട്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തമിഴ്നാട് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി 2012-16 കാലത്ത് നടത്തിയ കൽക്കരി സംഭരണത്തിൽ വൻ ക്രമക്കേട് നടന്നതായി ആരോപണമുയർന്നിരുന്നു. 2021-23 കാലത്ത് കൽക്കരിയുടെ വിപണി വില പെരുപ്പിച്ച് കാണിക്കാൻ അദാനി ഗ്രൂപ്പ് വൻതുക ഇടനിലക്കാർക്ക് നൽകിയതായി ഫിനാൻഷ്യൽ ടൈംസ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിരുന്നു. 2014 ജനുവരിക്കും ഒക്ടോബറിനുമിടയിൽ തമിഴ്നാട് തീരത്ത് നടത്തിയ 24 ചരക്ക് നീക്കങ്ങളെങ്കിലും തട്ടിപ്പായിരുന്നുവെന്നാണ് OCCRP പറയുന്നത്. ഒരു ടണ്ണിന് 3 ഇരട്ടിയാണ് അദാനി ഉണ്ടാക്കിയ ലാഭം. വൻ കൽക്കരി കുംഭകോണമാണ് പുറത്തു വന്നത്. ഈ ഇടപാടുകളിലൂടെ ആയിരക്കണക്കിന് കോടി സർക്കാർ പണമാണ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ സഖ്യം മുന്നേറാൻ ആരംഭിച്ചതോടെ മോദി അദാനി ബന്ധവും അഴിമതി കഥകളും പുറത്തു വരാൻ തുടങ്ങിയിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ.